നമുക്ക് അവിടെ നിന്നൊന്ന് മാവേലിക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ, മാവേലിക്കരയിൽ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷിന് ആദ്യഘട്ടത്തിൽ അവിടെ മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ഞാൻ മാറി നിൽക്കാമെന്നുള്ളൊരു അഭിപ്രായം നേതൃത്വത്തോട് പങ്കുവച്ചിരുന്നു. പക്ഷേ നേതൃത്വം അതിനെ സമ്മതിച്ചില്ല. കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വീണ്ടും രംഗത്തിറങ്ങി. എന്നാൽ അരുൺകുമാർ എന്ന യുവ നേതാവിനെ രംഗത്തിറക്കി ശക്തമായ ഒരു പോരാട്ടത്തിന് LDF അവിടെ ഒരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു. പല എക്സിറ്റ് പോളുകളും വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് മാവേലിക്കരയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. ചെറിയ ഒരു മാർജിൻ LDFന് ഉണ്ടെന്ന് ചില എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നു. അതല്ല, കൊടിക്കുന്നിൽ തന്നെ മണ്ഡലം നിലനിർത്തുമെന്നുള്ള അഭിപ്രായം മറ്റു ചില എക്സിറ്റ് പോളുകളും പങ്കുവയ്ക്കുന്നുണ്ട്. മാവേലിക്കരയിലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ലിബീഷ, അവിടെ മാവേലിക്കരയിലെ MLA യുടെ പേര് അരുൺകുമാർ തന്നെയാണ്. അപ്പോൾ MP യുടെ പേര് ഇനി ആ നിലയ്ക്ക് തന്നെ അരുൺകുമാർ എന്നുള്ള പേരിൽ തന്നെ വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നിന്ന് മത്സരിച്ച് പോകുന്ന ഒരാൾ കൂടിയാണ്. വളരെ അനുഭവ സമ്പത്തുള്ള ഒരാൾ കൂടിയാണ്. അത് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് വരുന്ന കാര്യം. ആളുകൾക്ക് മടുക്കുക എന്നൊരു സംഗതി കൂടിയുണ്ടല്ലോ, ആളുകൾ കണ്ട് മടുക്കുക എന്നൊരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് ശരിക്കും മാവേലിക്കരയിൽ അരുൺകുമാറിന് വേണ്ടി അവിടെ ഇടതുപക്ഷം ഒന്നടങ്കം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിൽ തർക്കവുമില്ല. കാരണം അത്തരത്തിൽ അദ്ദേഹം അവർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമൊന്നുമല്ല. കാലങ്ങളായി അവിടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ആൾ തന്നെയാണ്. ഒപ്പം തന്നെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി, അവിടെ BDJസിന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവിടെ കലാശാല ബാബുവാണ് അവിടെ മത്സരരംഗത്തുണ്ടായിരുന്നത് NDAക്ക് വേണ്ടി. അദ്ദേഹവും അവിടെ പ്രദേശങ്ങളിൽ തന്നെ സജീവമായി തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകളാണ് വോട്ട് ചോദിച്ച ആളുകൾ ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ അരുൺകുമാർ ലഭിച്ചൊരു സ്വീകാര്യത ഈ പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഏതാണ്ട് കൊടിക്കുന്നിലിനെ ഏതാണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയായിരുന്നു LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ഏതാണ്ട് ഈ എക്സ്പീരിയൻസിന്റെ ഒരു മികവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ നിലയ്ക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ കൊടിക്കുന്നിലും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കണം. കാരണം അദ്ദേഹം ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ മത്സരരംഗത്ത് പോലും വരാൻ തയ്യാറാകാത്ത ഒരാൾ കൂടിയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി അവിടുന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷിന് ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ അല്ല മാവേലിക്കരയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശക്തമായിട്ടുള്ള മത്സരം, അതായത് മാവേലിക്കരയിൽ LDF ഈ പോളിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവർ ആദ്യം പറഞ്ഞത് ഏതാണ്ട് 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. അത്രയും ഒന്നും വന്നില്ല എങ്കിൽ പോലും ഒരു ചെറിയൊരു മാർജിൻ എന്തായാലും LDFന് തന്നെയാണ്. നമുക്ക് ശരി.